Hello friends, welcome back to Nextix Academy's Basic Numerical Skills Classroom. Nextix Academyയുടെ Basic Numerical Skills Classroomil ഇന്ന് Proportions എന്ന ഭാഗത്തിന്റെ രണ്ടാം ഭാഗം Ratios and Proportionലെ ratio already completed ആയി കഴിഞ്ഞു. Proportionന്റെ ഒന്നാം ഭാഗം നമ്മൾ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് ചെക്ക് ചെയ്തതിനു ശേഷം അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണുക. അപ്പോൾ നമ്മുടെ ബേസിക് ന്യൂമറിക്കൽ സ്കിൽസ് ക്ലാസ് റൂമിൽ ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഈ വിഷയം BBA BCom +1 +2 മാത്സ് സ്റ്റുഡൻസിന്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. ഇതിലെ ഇന്നത്തെ ക്ലാസ് റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൊപ്പോർഷനും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യങ്ങള് നിരവധി തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതേ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇനിയുള്ള എക്സാമുകൾക്കും വരാൻ സാധ്യതയുള്ളത് എന്നതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്രദമായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. If A divided by B is equal to C divided by D is equal to E divided by F. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് അല്ലെ. A by B is equal to C by D is equal to E by F equal to ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ then each ratio is equal to PA plus QC plus RE plus ഈ രീതിയില് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ഡിവൈഡഡ് ബൈ PB plus QD plus RF plus എറ്റ്സെട്ര എറ്റ്സെട്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇത് ആണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതായത് ഈ രണ്ട് റേഷ്യൂസും ഈക്വൽ ആണ് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഇങ്ങനെ തെളിയിക്കേണ്ടി വരുമ്പോ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഒന്നാമത്തെ റേഷ്യൂവിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പോർഷനിലെ പറയുന്ന കാര്യങ്ങൾ A by B is equal to C by D is equal to E by F എന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഈക്വൽ ടു ഒരു നിശ്ചിത ഫിഗർ അല്ലെങ്കിൽ ഒരു നമ്പർ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി അതേ വാല്യൂ തന്നെ അല്ലെങ്കിൽ അതേ ഫിഗർ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്ന പാർട്ട്. അത് ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ A by B is equal to ഈ കൊടുത്തിരിക്കുന്ന റേഷ്യോ ആണ് എന്നും C by D is equal to ഇത് തന്നെ സെയിം ആണ് എന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ഒരു നിശ്ചിത വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. അത് നമുക്കൊരു വാല്യൂ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ലെറ്റർ ആയിട്ട്. കാരണം എന്താ, നമുക്ക് ആ ഒരു നിശ്ചിത വാല്യൂവിലേക്ക് മാത്രമായിട്ട് അതിന് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അത് ഏതാണ് ആ വാല്യൂ എന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട്. കാരണം ഈ A by B എന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കാവുന്ന ഫിഗേഴ്സ് ആണ് എന്നതുകൊണ്ട്. ഓക്കെ, സോ ഇതിന്റെ പ്രൂഫ് എങ്ങനെയാണ് നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ
അസ്യൂം ചെയ്യുന്നത് ഇത് രണ്ടും ഈക്വൽ ആണെന്നാണല്ലോ തെളിയിക്കേണ്ടത്. ഒന്നാമത്തെ ഫിഗേഴ്സ്, അതായത് ലെറ്റ് എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ഈസ് ഈക്വൽ ടു ഇ ബൈ എഫ് ഈസ് ഈക്വൽ ടു എറ്റ്സെട്ര എന്താണ്, കെ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. കാരണം ഇ ബൈ എഫ് ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ എച്ച്, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇങ്ങനെ കെ ആണ് ഇത് എങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? എ എന്നത് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റും. എന്താണ്, എ ഈസ് ഈക്വൽ ടു എ ബൈ ബി ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഈ ഡിവൈഡഡ് ബൈ ബി എന്നത് ഈക്വൽ ടു സിമ്പിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, ബി കെ എന്നായി മാറും. ഇനിയോ സി ഈസ് ഈക്വൽ ടു എന്താവും, ഡിവൈഡഡ് ബൈ ഡി ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ ടു സിമ്പിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻടു എന്നായി മാറുന്നത് കൊണ്ട് ഡി കെ എന്നും ഇ ഈസ് ഈക്വൽ ടു എഫ് കെ എന്നും ആയി മാറുമല്ലോ. ആലോചിച്ച് നോക്കിയേ, എ ഈസ് ഈക്വൽ ടു ബി കെ, സി ഈസ് ഈക്വൽ ടു ഡി കെ ആൻഡ് ഇ ഈസ് ഈക്വൽ ടു എഫ് കെ എന്നായി മാറും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ആയി മാറുകയാണ് എങ്കിൽ നമ്മളെ രണ്ടാമത്തെ ഇക്വേഷൻ അല്ല, രണ്ടാമത്തെ റേഷ്യോ. അപ്പോ അതില് ആ ഒരു പ്രൊപ്പോർഷനില് അത് രണ്ടും ഈക്വൽ ആണ് എന്നാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്നാമത്തേതിലാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ആ അസ്യൂം ചെയ്ത കെ തന്നെ ഈ രണ്ടാമത്തെ റേഷ്യോവിനും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് എങ്കിൽ ഈ രണ്ട് റേഷ്യോസും എന്താണ്, പ്രൊപ്പോർഷനിലാണ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്ന് പറയാം. അപ്പോ എ ഈസ് ഈക്വൽ ടു ബി കെ, സി ഈസ് ഈക്വൽ ടു ഡി കെ ആൻഡ് ഇ ഈസ് ഈക്വൽ ടു എഫ് കെ. ഇങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് ഇത് നമ്മൾ എടുത്തെഴുതുന്നു. ആദ്യം രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തെഴുതുന്നു. അങ്ങനെ എടുത്തെഴുതിയതിന് ശേഷം ഇതില് എ എന്നും സി എന്നും ഇ എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, എ എന്നും സി എന്നും ഇ എന്നും. അപ്പൊ ഈ എയും സിയും ഇയും ഏതൊക്കെ വാല്യൂസിന് അല്ലെങ്കിൽ ഫിഗേഴ്സിന് ഈക്വൽ ആണ്? ബി കെക്കും അതുപോലെ തന്നെ ഡി കെക്കും എഫ് കെക്കും ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആയതുകൊണ്ട് അതിന് പകരം നമുക്ക് ഈ ഫിഗർ ഉപയോഗിക്കാൻ പറ്റും എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? പി എ എന്നുള്ളതിന് പകരം പി ബി കെ എന്നും ക്യു സി എന്നുള്ളതിന് പകരം എന്താണ്, ഇവിടെ സിക്ക് പകരം എന്താണ്, ഡി കെ ആണ്. അപ്പൊ ക്യു ഡി കെ എന്നും ആർ ഇ എന്നതിന് പകരം ഇ എന്നതിന് എന്താണ്, ആർ ഇ എന്നതിന് പകരമല്ല, ഇ എന്നതിന് പകരം എഫ് കെ ആണ്. അപ്പോ ആർ എഫ് കെ എന്നും നമുക്ക് മാറ്റി എഴുതാം. പ്ലസ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അത് ഡിവൈഡഡ് ബൈ പി ബി പ്ലസ് ക്യു ഡി പ്ലസ് ആർ എഫ് പ്ലസ്, ഇത് ഡിനോമിനേറ്റർ, ഇതിൽ യാതൊരു മാറ്റവും വരുന്നില്ല, ഈക്വൽ ടു. ഇതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു ഫിഗറിനെ നമ്മൾ ഇങ്ങനെ എഴുതിയതിനു ശേഷം ഇതിലെല്ലാം കോമൺ ആയിട്ട് എന്താണുള്ളത് നോക്കുക. പി ബി കെ, ക്യു ഡി കെ, ആർ എഫ് കെ, ഇതിൽ കോമൺ ആയിട്ട് കെ ആണല്ലോ ഉള്ളത്. ഈ കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് ബാക്കിയുള്ളതിനെ ബ്രാക്കറ്റിന് അകത്തേക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഈ കെ മാത്രം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാല് പി ബി പ്ലസ് ക്യു ഡി പ്ലസ് എന്താവും, ആർ എഫ് അല്ലെ? നോക്കുക, കെ ഇൻറ്റു പി ബി പ്ലസ് ക്യു ഡി പ്ലസ് ആർ എഫ്, എല്ലാറ്റിനും ബാധകമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ കെ ഉണ്ട്. അപ്പോ അതില് ഈ രീതിയിലേക്ക് മാറ്റി എഴുതിയതിനു ശേഷം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ എടുത്തെഴുതുന്നു. അപ്പൊ നോക്കുക, ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണല്ലോ വരുന്നത്, എക്സെപ്റ്റ് കെ ഇൻറ്റു പി ബി പ്ലസ് ക്യു ഡി പ്ലസ് ആർ എഫ് പ്ലസ് എറ്റ്സെട്ര. അപ്പോ അത് ഡിവൈഡഡ് ബൈ പി ബി പ്ലസ് ക്യു ഡി പ്ലസ് ആർ എഫ് പ്ലസ് എറ്റ്സെട്ര. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇതിന് രണ്ടിനെയും സെയിം ആയതുകൊണ്ട് ഇതുപോലെ വെട്ടിക്കളയാം. പിന്നെ ബാലൻസ് എന്ത് മാത്രമാണുള്ളത്, കെ ആണുള്ളത്. കെ ഇസ് ഈക്വൽ ടു കെ. അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യപ്പെട്ടു എന്താണ്,
ഈ വാല്യൂ കെക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ എന്താണ് എ ബൈ ബി ഈസ് ഈക്വൽ ടു കെ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇത് രണ്ടും കെ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഓൾ റേഷ്യൂസ് ആർ ഈക്വൽ ടു എന്താണ് കെ എന്ന് നമുക്ക് മനസ്സിലായി. എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ഈസ് ഈക്വൽ ടു ഇ ബൈ എഫ് ഈസ് ഈക്വൽ ടു കെ ആൻഡ് ദിസ് വൺ ഓൾസോ എന്താണ് കെ ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ഈസ് ഈക്വൽ ടു ഇ ബൈ എഫ് ഈസ് ഈക്വൽ ടു രണ്ടും കെ ആയതുകൊണ്ട് രണ്ടും സെയിം ആണ്. അതിന്റെ റിസൾട്ട് രണ്ടും സെയിം ആണ് എന്ന് നമുക്ക് പറയാം. സോ പി എ പ്ലസ് ക്യു സി പ്ലസ് ആർ ഇ പ്ലസ് എറ്റ്സെട്ര ഡിവൈഡഡ് ബൈ പി ബി പ്ലസ് ക്യു ഡി പ്ലസ് ആർ എഫ് പ്ലസ് എറ്റ്സെട്ര എന്ന് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് 6, 4k minus 2, 35, 6k plus 5 are 4 proportionals. Find k. ഇത് 4 പ്രൊപ്പോർഷണൽസ് ആണ് എങ്കിൽ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന പ്രൊപ്പോർഷണൽ ആണ് ഈ 4 ഫിഗേഴ്സും എന്ന് നമുക്കറിയാം. കാരണം ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആർ 4 പ്രൊപ്പോർഷണൽസ്. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണൽസിന്റെ പ്രോപ്പർട്ടീസും നമുക്കറിയാവുന്നതാണ്. എന്താണ് പ്രൊപ്പോർഷണലിന്റെ പ്രോപ്പർട്ടി? എന്താണ്? എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ ഡി ഈക്വൽ ടു ബി സി എന്ന്. സോ നമുക്കിവിടെ നോക്കുക, 6 ഡിവൈഡഡ് ബൈ 4k മൈനസ് 2 ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ 6k പ്ലസ് 5 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സ്ട്രീംസിൽ ഏതൊക്കെയാണ്? 6ഉം 6k പ്ലസ് 5ഉം അല്ലെ? അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതിന് ഈക്വൽ ആയിരിക്കണം? 4k മൈനസ് 2ഉം 35ഉം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന അതേ ഫിഗർ ആയിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോ 6 into 6k പ്ലസ് 5 എന്താണ്? ഈക്വൽ ടു 35 into 4k മൈനസ് 2. അത് നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. എങ്ങനെയാണ്? 6 into 6k 36k, 6 into 5 30 ഈക്വൽ ടു 35 into 4k എത്രയാണ്? 140k. 35 into 2 എത്രയാണ്? ഇത് മൈനസ്, അപ്പോ അത് 70 ആയിരിക്കും. 35നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ അല്ലെ? 35ന്റെ ഡബിള് 70. അങ്ങനെ നമുക്ക് എത്ര ലഭിക്കുന്നു? 36kയും അതുപോലെ തന്നെ 140kയും. അപ്പൊ 140kയും 36kയും അത് നമുക്ക് അതിന്റെ മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 140kയിൽ നിന്ന് 36k മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? 30 പ്ലസ് 70. കാരണം ഇപ്പുറമുള്ള മൈനസ് 70 ഇപ്പുറത്തേക്ക് വരുമ്പോ എന്തായി? പ്ലസ് 70 ആയി. അതുപോലെ തന്നെ ഇവിടെയുള്ള 36k ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോ മൈനസ് 36k ആയി. അപ്പോ 30 പ്ലസ് 70 എത്രയാണ്? 100. ഈ 140kയിൽ നിന്ന് 36k കുറച്ചാല് നമുക്ക് 104k ആണ് ലഭിക്കുന്നത്. അപ്പൊ 100 ഈസ് ഈക്വൽ ടു 104k എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ k എത്രയായിരിക്കും? 100 ഡിവൈഡഡ് ബൈ 104 ആയിരിക്കുമല്ലോ. കാരണം ഇൻറ്റു k ആണ് ഇവിടെ ഉള്ളത്. ആ k അവിടെ നിൽക്കുന്നു. k ഇൻറ്റു 104. അപ്പോൾ ഇൻറ്റു 104 എന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോ ഡിവൈഡഡ് ബൈ 104 എന്നാവും. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 104 അതാണ് k.
ഇതിനെ നമുക്ക് കുറച്ചുകൂടി ലഘൂകരിച്ച് സിമ്പിളാക്കി എഴുതാൻ പറ്റില്ലേ? 100ലും 104ലും കോമൺ ആയിട്ട് പോകുന്ന ഏറ്റവും ചെറിയ എലമെന്റ്സ് നമുക്ക് നോക്കാം അല്ലെ. അത് 2 ഉണ്ട്. പക്ഷെ അതിനേക്കാളും വലുത് 4 പോവുക പൂർണ്ണമായിട്ടും 100ല് 4ഉം അതുപോലെ തന്നെ 104ല് 4 പോവുമോ എന്ന് നോക്കണം. അപ്പോ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് 100 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 25. 104 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 26. അപ്പൊ 25 ഡിവൈഡഡ് ബൈ 26 ആണ് കെയുടെ വാല്യൂ എന്ന് നമുക്ക് കിട്ടി. അപ്പോ കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഈ 4 പ്രൊപ്പോർഷണൽസിൽ നിന്ന് ഫൈൻഡ് കെ എന്നാണ് ക്വസ്റ്റ്യനില് പറഞ്ഞിരിക്കുന്നത്. കെ നമുക്ക് കിട്ടി. അതിന്റെ പകരം കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ഫിഗേഴ്സിനെയും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒന്നാമത്തത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെയും നാലാമത്തെയും ക്വാണ്ടിറ്റീസിന്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ് എന്ന് നമുക്ക് ഈ 25 ഡിവൈഡഡ് ബൈ 26 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോ അത് നമ്മളോട് ആക്ച്വലി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. പക്ഷെ ചിലപ്പോൾ ചില എക്സാമിന് അങ്ങനെ ചോദിച്ചു എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല. കെയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തിയതിനു ശേഷം ഈ ഫിഗേഴ്സിന് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഇപ്പോ ഫൈൻഡ് കെ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ. എന്താണ് അടുത്ത ചോദ്യം? ഇഫ് എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ഈക്വൽ ടു ഇ ബൈ എഫ് ഈക്വൽ ടു എറ്റ്സെട്ര എറ്റ്സെട്ര. അപ്പൊ നേരത്തെ പോലെ തന്നെ ഒരു ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് ഈച്ച് റേഷ്യോ ഈസ് ഈക്വൽ ടു 2a minus 3c plus 5e divided by 2b minus 3d plus 5f എന്നാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ആദ്യം a by b is equal to c by d is equal to e by f എന്നതിനെ അല്ലെ ഇതിന്റെ പ്രൂഫ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു k എന്ന് അസ്യൂം ചെയ്യുന്നു. ഇങ്ങനെ k എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ a is equal to എങ്ങനെ എഴുതാം? a is equal to bk and c is equal to dk and e is equal to fk എന്ന് എഴുതാം അല്ലെ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റിലുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ a is equal to bk ആണെങ്കിൽ ഇതാ ഈ രണ്ടാമത്തെ റേഷ്യോയിലുള്ള ഈ കാര്യങ്ങള് നമ്മൾ ആദ്യം എടുത്തെഴുതുന്നു. അതിനുശേഷം അതിലെ എയും സിയും ഇയും അതിന് പകരം ബികെയും ഡികെയും എഫ്കെയും പകരം കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തതിന് ശേഷം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എടുത്തെഴുതുന്നു. അതിൽ യാതൊരു മാറ്റവും വരുന്നില്ല. പിന്നെ എന്താണ് ഇതിൽ കോമൺ ആയിട്ടുള്ളത്? കെ ആണെന്ന് നമുക്കറിയാം. ആ കെയെ പുറത്തെടുക്കുന്നു. അപ്പോ അതിനുശേഷം ബാലൻസ് വരുന്നത് എന്താണ്? 2b മൈനസ് 3d പ്ലസ് 5f ഡിവൈഡഡ് ബൈ 2b മൈനസ് 3d പ്ലസ് 5f. ഇതിലെ രണ്ടിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ് എക്സെപ്റ്റ് കെ. അങ്ങനെ ആവുമ്പോ നമുക്കതിനെ വെട്ടിക്കളയാവുന്നതാണ്. അപ്പൊ രണ്ടും സെയിം ആയതുകൊണ്ട് അതിനെ വെട്ടിക്കളയുന്നു. അപ്പോ 1 ആണ് റിമെയിൻ ചെയ്യുക. 1 into k k ആണ് ഇസ് ഈക്വൽ ടു കെ. കെ ആണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ ഈ റേഷ്യോവും ഈക്വൽ ടു കെ ആണ്. നമ്മൾ അസ്യൂം ചെയ്ത ഇതും എന്താണ്? ഈക്വൽ ടു കെ ആണ്. അപ്പൊ ഈ രണ്ടും കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഓൾ റേഷ്യോസ് ആർ ഈക്വൽ ടു കെ എന്ന് പറയാം. ഈ റേഷ്യോ a by b is equal to k, c by d is equal to k, e by f is equal to k. അതുപോലെ തന്നെ 2a minus 3c plus 5e divided by 2b minus 3d plus 5f is equal to k എന്ന് നമുക്ക് പറയാം. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സെയിം ആണ്, ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. a by b is equal to c by d is equal to e by f is equal to 2a minus 3c plus 5e divided by 2b minus 3d plus 5f എന്ന്. ഇത് നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ ചെയ്തിട്ടുള്ള
അതേ ക്വസ്റ്റ്യന്റെ ചെറിയൊരു ചേഞ്ച് മാത്രമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലെ. എന്താണ് ചോദ്യം? ഫൈൻഡ് വെദർ ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ ഓർ നോട്ട്. ഈ നമ്പേഴ്സ് പ്രൊപ്പോർഷനിലാണോ അല്ലയോ എന്നാണ് ചോദ്യം. അപ്പൊ 12, 18, 26, 39 ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് 20, 25, 40, 45. ഈ പ്രൊപ്പോർഷനിലാണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി, മെയിൻ പ്രോപ്പർട്ടി എന്താണ്? പ്രൂവ് ദാറ്റ് AD ഈസ് ഈക്വൽ ടു BC. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അത് പ്രൊപ്പോർഷനിലാണ്, പറ്റിയിട്ടില്ല എങ്കിൽ അത് നോൺ പ്രൊപ്പോർഷനിലാണ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷനിൽ അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ABCD നോക്കാം. A ഏതാണ്? 12, B 18, C 26, D 39. അപ്പോ AD ഈസ് ഈക്വൽ ടു BC. അതായത് 12 into 39 ഈസ് ഈക്വൽ ടു 18 into 26. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്? അന്ത്യപദങ്ങളുടെ ഗുണനഫലം ഈക്വൽ ടു മധ്യപദങ്ങളുടെ ഗുണനഫലം. നോക്കാം. അപ്പോ 12 into 39 ഈസ് ഈക്വൽ ടു എത്രയാണ്? അത് ആദ്യം നോക്കി. അത് 468 ആണ്. ഇനി അടുത്തത് എന്താ നോക്കണ്ടേ? 18 into 26. അതെത്രയാണ്? സെയിം 468 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? 12 into 39 ഈക്വൽ ടു 18 into 26 ആണല്ലോ. അതുകൊണ്ട് തന്നെ these figures are in proportion. 12, 18, 26, 39 are in proportion. അത് ഒരേ അനുപാതത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തേത് 20 into 45 ഈക്വൽ ടു 25 into 40 എന്ന് നമുക്ക് കിട്ടിയാൽ പ്രൊപ്പോർഷനിലാണ് എന്ന് പറയാം. നോക്കാം. 20 into 45 എത്രയാണ്? 900 ആണ്. ഇനി അടുത്ത എന്താണ്? 25 into 40 എത്രയാണ്? അത് 1000 ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്ത സ്ഥിതിക്ക് അല്ലെ, ഈക്വൽ ആണോ? 20 into 25 ഈക്വൽ ടു 25 into 40 ആണോ? അല്ല. എന്താണ് പിന്നെ? നോട്ട് ഈക്വൽ ടു ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഹെൻസ് we can say that 20, 25, 40 and 45 are not in proportion. അത് അനുപാതത്തിലല്ല എന്ന് നമുക്ക് പറയാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ടു 3, 5, 9. 3, 5, 9 കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫോർത്ത് പ്രൊപ്പോർഷൻ നമുക്ക് എക്സ് എന്ന് സങ്കല്പിക്കാം അല്ലെ. അപ്പോ ലെറ്റ് എക്സ് ബി ദ ഫോർത്ത് പ്രൊപ്പോർഷണൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോം ചെയ്യാവുന്ന ആ ഇക്വേഷൻ മെയിൻ പ്രോപ്പർട്ടി എന്തായിരുന്നു? AD ഈസ് ഈക്വൽ ടു BC. അതായത് 3 into x ഈസ് ഈക്വൽ ടു 5 into 9. ദാറ്റ് ഈസ് എക്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ ആണല്ലോ. അങ്ങനെയാണ് എങ്കിൽ 3, 5, 9, x എന്നാണ് ആ നമ്പേഴ്സിന്റെ ഓർഡർ. അങ്ങനെയാണെങ്കിൽ 3/5 ഈസ് ഈക്വൽ ടു 9/x എന്ന് എഴുതാം. ഇത്രയൊന്നും എഴുതേണ്ടതായിട്ടില്ല ആക്ച്വലി. ഇങ്ങനെ എഴുതിയാൽ മതി. 3 into x ഈക്വൽ ടു 5 into 9. പക്ഷെ ഇതിന്റെ ഒരു പ്രൊസീജറലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് എല്ലാം അറിയാം, വ്യക്തമായിട്ട് ഈ രീതിയിലാണ് വന്നത് എന്ന് അറിയാമെന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി എക്സാമിന് എഴുതുമ്പോൾ ഈ ഓർഡറിൽ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പൊ എന്താണ്? 3 into x ഈക്വൽ ടു 5 into 9 എത്രയാ? 45. അപ്പൊ x എത്രയാണ്? 45 ഡിവൈഡഡ് ബൈ 3 എത്രയായിരിക്കും? 15. x ഈക്വൽ ടു 15. അപ്പൊ x കിട്ടി. x ആണല്ലോ നമ്മുടെ ഫോർത്ത് പ്രൊപ്പോർഷൻ. അപ്പൊ നമുക്ക് ഫോർത്ത് പ്രൊപ്പോർഷൻ ഈസ് 15 എന്ന് കിട്ടി. ഇത് വളരെ സിമ്പിൾ ആണ്, ഈസിയാണ്. നിങ്ങളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ പോവാം അല്ലെ. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ ടു 3 and 12. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് മീൻ പ്രൊപ്പോർഷൻ എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതിന്റെ മീൻ പ്രൊപ്പോർഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്? 3യുടെയും 12ന്റെയും. അതിന്റെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റ് എക്സ് ബി ദ മീൻ പ്രൊപ്പോർഷണൽ. അപ്പോ ഇതിന്റെ മിഡിലുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്.
3 divided by something equal to something divided by 12. അങ്ങനെയല്ലേ? ആ സംതിങ് സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ 3/x ഈക്വൽ ടു x ഡിവൈഡഡ് ബൈ 12. അങ്ങനെയാണെങ്കിൽ 3 into 12 is equal to x into x ആയിരിക്കുമല്ലോ. അതായത് x into x എന്ന് പറഞ്ഞാൽ എന്താണ്? x സ്ക്വയർ. 3 into 12 എത്രയാണ്? 36. x സ്ക്വയർ is equal to 36 ആണെങ്കിൽ x is equal to root of 36 ആയിരിക്കും അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് 36 എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ? ഈ സ്ക്വയർ ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ എന്താവും? സ്ക്വയർ റൂട്ട് ആവും. x is equal to സ്ക്വയർ റൂട്ട് ഓഫ് 36 എത്രയാണ്? ഈക്വൽ ടു 6. ക്ലിയർ ആണല്ലോ? അപ്പോ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി, അതായത് മീൻ പ്രൊപ്പോർഷൻ കിട്ടി. എത്രയാണ്? 6 ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. a plus b is to a minus b is equal to 5 is to 2. Find the value of b is to a എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ചോദ്യം എന്താണ്? Find the value of b is to a. നമുക്ക് തന്നിരിക്കുന്നത് a plus b is to a minus b is equal to 5 is to 2 അല്ലെ? ഓക്കെ. So given that a plus b divided by a minus b അല്ലെ? is to എന്നതിനെ നമുക്ക് divided by എന്ന് എഴുതാം. is equal to 5 is to 2 എന്നതിന് 5/2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം എന്താണ്? ഈ 2 into a plus b എന്താണ്? 2a plus 2b is equal to 5 into a minus b എന്ന് പറഞ്ഞാൽ എന്താണ്? 5a minus 5b ആണ്. അപ്പൊ 2a plus 2b is equal to 5a minus 5b. അങ്ങനെയാണെങ്കിൽ 2b plus 5b, b യെ നമ്മൾ ഒരുമിച്ച് ചേർക്കണം അല്ലെ? 2b plus ഈ minus 5b ഓപ്പോസിറ്റിലേക്ക് വരുമ്പോ എന്താവും? പ്ലസ് 5b ആവും. അപ്പോ 2b plus 5b എത്രയാണ്? 7b is equal to 5a minus 2a. ഈ 2a ഓപ്പോസിറ്റിലേക്ക് എത്തുമ്പോ minus 2a ആവും. 5a minus 2a എത്രയാണ്? 3a അല്ലെ? ഓക്കെ. അപ്പോ 7b is equal to 3a എന്ന് അവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു. 7b equal to 3a എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? b divided by a is equal to 3 divided by 7. എന്താണ്? b divided by a. എങ്ങനെയാണ്? ഈ into a ഇപ്പുറത്തേക്ക് ഓപ്പോസിറ്റിലേക്ക് എത്തുമ്പോ എന്താവും? ഡിവൈഡഡ് ബൈ a ആവും. ഈ into 7 ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോ എന്താവും? 3 divided by 7 എന്നാവും. b by a is equal to 3/7. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നത്? നമുക്ക് വേണ്ട അനുപാതം b is to a ആണ്. അതുകൊണ്ടാണ് b divided by a എന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ. b is to a is equal to 3 is to 7 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ക്ലിയർ ആണല്ലോ? അപ്പോ വളരെ എളുപ്പമാണ്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇഫ് a by 3 is equal to b by 4 is equal to c by 7 അങ്ങനെയാണ് എങ്കിൽ ഫൈൻഡ് a plus b plus c divided by c എന്നാണ്. അപ്പോ ഇത് ഇങ്ങനെയാണ് എങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വാല്യൂ ആണ്. ഇത് പ്രൂവ് ചെയ്യാനൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന a by 3 is equal to b by 4 is equal to c by 7 അതിന്റെ ആ വാല്യൂ നമുക്ക് എയും ബിയും സിയും അറിയാത്ത സ്ഥിതിക്ക് ഇത് ഈക്വൽ ടു കെ എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ കെ എന്ന് അസ്യൂം ചെയ്യുന്നു. അസ്യൂം ചെയ്തതിന് ശേഷം എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ എ ഇസ് ഈക്വൽ ടു 3k. A is equal to 3k and b is equal to 4k and c is equal to എന്താണ്? ഡിവൈഡഡ് ബൈ 7 ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോ എന്താവും? ഇൻറ്റു 7 ആവും. അപ്പോ c is equal to 7k. സംശയമൊന്നുമില്ല, നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ് ആണ്. അപ്പോ a plus b plus c ഡിവൈഡഡ് ബൈ c
ഈ എയും ബിയും സിയും പകരം 3K 4K 7K. അപ്പൊ 3K പ്ലസ് 4K പ്ലസ് 7K 3 4 7 7 14K. 14K ഡിവൈഡഡ് ബൈ 7K ഈസ് ഈക്വൽ ടു എന്താവും? ഈക്വൽ ടു 2 ആണ്. അപ്പോ നമുക്ക് ഇതിന്റെ വാല്യൂ എത്രയാണ് ലഭിച്ചത്? A/3 ഈസ് ഈക്വൽ ടു B/4 ഈസ് ഈക്വൽ ടു C/7 ഈക്വൽ ടു 2 ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അതായത് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് A പ്ലസ് B പ്ലസ് C ഡിവൈഡഡ് ബൈ C. അതാണ് നമ്മൾ കണ്ടെത്തിയത്. A പ്ലസ് B പ്ലസ് C ഡിവൈഡഡ് ബൈ C ഈക്വൽ ടു 2 എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റി. എങ്ങനെയാണെങ്കിലാണ് A/3 ഈസ് ഈക്വൽ ടു B/4 ഈസ് ഈക്വൽ ടു C/7 ആണ് എങ്കിൽ നമ്മൾ A പ്ലസ് B പ്ലസ് C ഡിവൈഡഡ് ബൈ C എന്നതിന്റെ വാല്യൂ കണ്ടെത്തിയാൽ അത് 2 ആയിരിക്കും എന്നാണ് ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അതിന് തൊട്ട് മുമ്പേ വേറെ വല്ല ക്വസ്റ്റ്യനും ഉണ്ടോ? ഇല്ല. എന്താണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ? നിങ്ങൾ തൊട്ട് മുമ്പേ പഠിച്ച, അതായത് പ്രൊപ്പോർഷന്റെ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സും അതുപോലെ ഈ ക്ലാസ്സും, ഇതിൽ പഠിച്ചിട്ടുള്ള ഈ 2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ വ്യക്തമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയി തന്നിരിക്കുന്നത്. അപ്പോ തീർച്ചയായും ഈ ക്വസ്റ്റ്യൻസ്, അത് 8 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം ഇത് കംപ്ലീറ്റ് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻസറിന്റെ കീ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ അത് ഉറപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ആദ്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. എത്രത്തോളം വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത് എന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോ നമ്മുടെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. 5 ക്വസ്റ്റ്യൻ ആണ് തൊട്ട് മുമ്പിലത്തെ സ്ക്രീനിൽ നിങ്ങൾക്ക് തന്നത്. ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസ് ഇതും വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ നോട്ടില് കൃത്യമായ രീതിയിൽ ചെയ്തു നോക്കിയതിനു ശേഷം ശരിയായ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഒന്ന് കണ്ണോടിക്കുക. ഓക്കെ, അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മൾ അത്രത്തോളം വാല്യൂ ചെയ്യുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നെക്സ്റ്റെക്സ് അക്കാദമി. അപ്പോൾ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ന്യൂസ്, ഇതൊക്കെയാണ് നമ്മുടെ നെക്സ്റ്റെക്സ് അക്കാദമിയുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ, PSC റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതോ ക്ലാസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ അത് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാല്യൂ ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം തുടർന്ന് ഇത്തരത്തിലുള്ള ക്ലാസുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ബൈ.